ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് രാജ്യം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ വോട്ടിടാൻ പോകുന്നതിന് മുമ്പ് തന്നെ കൊടിക്കുന്നിൽ സുരേഷ് എം പി മീഡിയയോടൊപ്പം ചേരുകയാണ്. പുതിയ ഉപരാഷ്ട്രപതിയെ കണ്ടെത്താൻ വേണ്ടി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇന്ന് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. അത് കഴിഞ്ഞ് 6 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങും. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഒന്നാം നിലയിൽ സുവിധ എന്ന് പറയുന്ന ഒന്നാം നിലയിലാണ് വെച്ചാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ രാജ്യസഭ സെക്രട്ടേറിയറ്റ് നടത്തി കഴിഞ്ഞു. രാജ്യസഭ സെക്രട്ടറി ജനറലാണ് പ്രധാനപ്പെട്ട പോളിംഗ് ഉദ്യോഗസ്ഥൻ, അതായത് റിട്ടേണിംഗ് ഓഫീസർ. എല്ലാ എം പിമാർക്കും ഇൻറ്റിമേഷൻ അയച്ചിട്ടുണ്ട്. അവരുടെ വോട്ടിനെ സംബന്ധിച്ച് എങ്ങനെ ചെയ്യണമെന്ന് സംബന്ധിച്ചൊക്കെ റിട്ടേണിംഗ് ഓഫീസർ രാജ്യസഭ സെക്രട്ടറിയെ അയച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ എം പിമാരുടെ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ എങ്ങനെയാണ് വോട്ട് രേഖപ്പെടുത്തേണ്ടതിനെ സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ എം പിമാർക്ക് നൽകി. ഏതാണ്ട് 300ഓളം എം പിമാരാണ് ഇന്ന് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റ് സെൻട്രൽ ഹാളിൽ നടന്ന യോഗത്തിൽ പങ്കെടുക്കുന്നത്. പുതിയ കുറേ എം പിമാർ, ലോക്സഭയിൽ പ്രത്യേകിച്ചും വന്നിരിക്കുന്ന പുതിയ എം പിമാർ അതിൻ്റെ 80% പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവർക്ക് എങ്ങനെ വോട്ട് ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു ധാരണയില്ല. അതുകൊണ്ട് തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഒരു വോട്ട് പോലും, പ്രതിപക്ഷത്തിന് വോട്ട് പോലും അസാധുവാകാൻ പാടില്ല എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ സെൻട്രൽ ഹാളിൽ മോക്ക് വോട്ടിംഗ് നടത്തിയിരുന്നു. അതിൽ സോണിയാജിയും അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ, അഖിലേഷ് സിംഗ് യാദവ്, ശരത് പവാർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ആ മോക്ക് വോട്ടിങ്ങിൽ പങ്കെടുത്തിരുന്നു. അവിടെ എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടതെന്നും വോട്ട് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് എം പിമാർക്ക് വിശദീകരിച്ചു കൊടുത്തു. ഒപ്പം തന്നെ ഒരു ഡമ്മി ബാലറ്റ് ഇന്നലത്തെ യോഗത്തിലെ ഇന്ത്യ ബ്ലോക്കിലെയും പ്രതിപക്ഷ പാർട്ടി എം പിമാർക്ക് നൽകി. ആ ഡമ്മി ബാലറ്റിൽ ഒന്നാമത്തെ പേര്, ഇപ്പോൾ ഒറിജിനൽ ബാലറ്റിൽ ഒന്നാമത്തെ പേര് സുദർശൻ റെഡ്ഡി, പ്രതിപക്ഷ കാൻഡിഡേറ്റാണ്, സുദർശൻ റെഡ്ഡിയുടെ ആണ്. രണ്ടാമത്തെ പേരെന്ന് CP രാധാകൃഷ്ണൻ NDA കാൻഡിഡേറ്റാണ്. അപ്പോൾ ഒന്നാമത്തെ വോട്ട്, ഒന്നാമത്തെ കാൻഡിഡേറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ സ്ഥാനാർത്ഥിയാണ്, രണ്ടാമത്തെ കാൻഡിഡേറ്റ് BJP. അപ്പോൾ അവിടെ എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത്? അവിടെ പ്രിഫറൻഷ്യൽ സിസ്റ്റം, അപ്പോൾ 1 എന്ന് രേഖപ്പെടുത്തണം. 1 എന്ന് രേഖപ്പെടുത്തിയാൽ മാത്രമേ അത് സാധുതയുള്ള വോട്ടായി മാറുകയുള്ളൂ. വേറെ പല രീതിയിൽ എഴുതിയാൽ അത് അസാധുവാകും എന്ന് ഞങ്ങൾ ഇന്ത്യ ബ്ലോക്കിലെ എം പിമാരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ അവർ തരുന്ന നമ്മുടെ പെൻസിലോ പേനയോ ഉപയോഗിക്കാൻ പാടില്ല. മറിച്ച് നമ്മൾ വോട്ട് ചെയ്യാൻ ബാലറ്റ് വാങ്ങിയിട്ട് അവിടെ ബോക്സിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു പേനയും പെൻസിലോ ഉണ്ടാവും. അതിലേതാണോ എം പിക്ക് ഇഷ്ടമുള്ളത്, ആ വോട്ടർക്ക് ഇഷ്ടമുള്ളത്, അത് വെച്ച് വോട്ട് ചെയ്യാം. അതും നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 700ഓളം വോട്ടർമാരാണ് നാളെ വോട്ട് രേഖപ്പെടുത്തുന്നത്. അതിൽ ഇന്ത്യ സഖ്യത്തിൻ്റെയും പ്രത്യേകിച്ചും പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാ എം പിമാരും നാളത്തെ ഇന്ന് നടക്കുന്ന വോട്ടിങ്ങിൽ പങ്കെടുക്കുമെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. ഞങ്ങൾ വിദേശത്തായിരുന്ന എം പിമാരെല്ലാം അവരുടെ പര്യടനം വെട്ടിച്ചുരുക്കി ഡൽഹിയിലെത്താൻ ആവശ്യപ്പെട്ടു. മിക്കവാറും എല്ലാവരും വന്നു കഴിഞ്ഞു. ഇന്നലെ രാവിലെ തന്നെ എല്ലാ എം പിമാരും ഡൽഹിയിൽ എത്തിച്ചേരണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ എം പിമാരെല്ലാം എത്തി. അവർ ഇന്നലെ തന്നെ മോക്ക് വോട്ടിങ്ങിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ പ്രതിപക്ഷ എം പിമാരുടെ യോഗത്തിലും പങ്കെടുത്തു. ഇന്ന് രാവിലെ 10 മണി മുതൽ ഇന്ത്യ സഖ്യത്തിലെയും അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുടെ എം പിമാർ കൃത്യമായി വന്ന് വോട്ട് ചെയ്ത് ഞങ്ങളുടെ അത് പറയുമ്പോഴും ഒരു ഭരണപക്ഷത്തിന് ചെറിയൊരു അനുകൂല സാഹചര്യമുണ്ട്. അപ്പം ശക്തമായ പോരാട്ടം മുന്നോട്ട് വയ്ക്കുമ്പോൾ എന്തൊക്കെ വിഷയങ്ങളായിരിക്കും പ്രധാനമായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്തിൻ്റെ ഒരു യൂണിറ്റിയാണ് ഇതിലൂടെ തെളിയാൻ പോകുന്നത്. പ്രതിപക്ഷത്തിൻ്റെ സ്ട്രെങ്ത് ഞങ്ങൾ തെളിയിക്കാൻ പോവുകയാണ്. പ്രതിപക്ഷം ദുർബലമല്ല. ഇന്ത്യ സഖ്യവും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിന് പുറത്തുള്ള പ്രതിപക്ഷ പാർട്ടികളും ഒരുമിച്ച് നിന്നാൽ പാർലമെൻറ്റിൽ രാജ്യസഭയിൽ ലോക്സഭയിൽ സംയുക്തമായി ഒരു വോട്ടിംഗാണ് നടക്കുന്നത്. അപ്പോൾ എത്രമാത്രം പ്രതിപക്ഷത്തിൻ്റെ ശക്തി ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുക, അത് ജനങ്ങളുടെ പ്രത്യേകിച്ച് ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് ഒരു ആവേശം പകരുന്ന, ആത്മവിശ്വാസം പകരുന്ന ഒരു മത്സരമാക്കി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി സുദർശൻ റെഡ്ഡി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു മത്സരമല്ല, ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യവും അതോടൊപ്പം തന്നെ പാർലമെൻ്ററി ജനാധിപത്യവും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഉന്നതമായ മൂല്യങ്ങൾ, ആ ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങൾ ഇവിടെ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത്
നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. അത് നമ്മുടെ ജനാധിപത്യം നിലനിൽക്കണം. നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ അന്തസത്ത നമ്മൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. അതുകൊണ്ട് ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന BJPയും അവരോടൊപ്പം ഉള്ളവർ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് പോകുന്നു. അവർക്ക് ജനാധിപത്യത്തിൽ തന്നെ വിശ്വാസമില്ലാത്ത തരത്തിലുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് അവർ മുന്നോട്ട്. ഇത് അപകടകരമായ ഒരു പോക്കാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും തങ്ങളുടെ പരിധിക്ക് നിർത്തിക്കൊണ്ട് തങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തീരുമാനങ്ങൾ എടുക്കുകയും അത് അവർക്ക് ഭരിക്കുന്നവർക്ക് അനുകൂലമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൽ പോലും ഏകപക്ഷീയമായ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ ജനാധിപത്യം നിലനിൽക്കുന്ന നമ്മുടെ നിഷ്പക്ഷവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലൂടെ നമ്മുടെ ജനാധിപത്യം നമ്മൾ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് അത് അപകടത്തിലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഈ ഇന്ത്യ സഖ്യവും ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളും വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ് ഈ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് എല്ലാവരെയും ഒരുമിച്ച് നിർത്തുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം ലക്ഷ്യം വയ്ക്കുന്നത്. BRSഉം BJD പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നില്ല എന്ന് വ്യക്തം. അത് നമുക്ക് ഇന്ത്യ സഖ്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്? ഇല്ല, ഞങ്ങൾക്ക് അവർ ഇന്ത്യ സഖ്യത്തിലുള്ള പാർട്ടികളല്ല. YSRCPയും അതുപോലെ തന്നെ BRSഉം BJDയും ഇന്ത്യ സഖ്യത്തിൽ ഇതുവരെയും അവർ അംഗങ്ങളായിട്ടില്ല, പങ്കെടുത്തിട്ടില്ല. ഇന്ത്യ സഖ്യത്തിൻ്റെ മീറ്റിംഗ് പങ്കെടുത്ത് അവർ പ്രതിപക്ഷത്താണെങ്കിൽ പോലും അവർ വിഷയാധിഷ്ഠിതമായ പിന്തുണയാണ് നൽകുന്നത്. ചില സമയത്ത് അവർ ഇന്ത്യ സഖ്യത്തിൻ്റെ നിലപാടുകളോടൊപ്പം നിൽക്കും, ചില അവസരങ്ങളിൽ അവർ NDAയുടെ നിലപാടുകൾക്കൊപ്പം നിൽക്കും. അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമല്ല. പക്ഷേ അവർ പ്രതിപക്ഷത്താണ് നിൽക്കുന്നത്. അവർ സാഹചര്യങ്ങൾക്കനുസരിച്ചും അവരുടെ നിലനിൽപ്പിനെ ആസ്പദമാക്കിയാണ് അവർ തീരുമാനമെടുക്കുക. അതുകൊണ്ട് അത് ഞങ്ങൾ അത്ര ഗൗരവമായി കാണുന്നില്ല. എന്തായാലും പ്രതിപക്ഷത്തിൻ്റെ ഒരു ശക്തി പ്രകടനമാക്കി കൂടി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് മാറ്റാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ സഖ്യ മുന്നണിയിലെ പാർട്ടികൾ. ഡൽഹിയിൽ നിന്നും ഇമ്രാൻ അൻസാരിക്കൊപ്പം അരവിന്ദ് PR, മീഡിയ 1.